കേരള സഭയുടെ പ്രത്യേകിച്ചും ലത്തീൻ സഭയുടെ ആദ്യ സന്യാസിനി എന്ന നിലയിൽ മദർ എലീശ്വ ലത്തീൻ സഭയുടെ സ്വകാര്യമായ ഒരു അഹങ്കാരമാണ്. കാരണം കേരള സഭയിലെ ആദ്യത്തെ സന്യാസിനിയും ഭാരതത്തിലെ ആദ്യത്തെ കർമ്മലിത്ത സന്യാസിനിയുമാണ് ധന്യ മദർ എലീശ്വ. മദർ എലീശ്വയുടെ ജീവിത വിശുദ്ധിയുടെ പരിമളം ലോകം തിരിച്ചറിഞ്ഞപ്പോൾ പരിശുദ്ധ പിതാവ് ലയോ 14 പാപ്പ അവളെ അൾത്താര വണക്കത്തിന് വേണ്ടി വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിൽ ഉയർത്തുന്നതിന് വേണ്ടി തിരുമനസ്സാകുകയും അത് വരാപ്പുഴ അതിരൂപതയ്ക്കും ആഗോള കത്തോലിക്ക സഭയ്ക്കും വലിയൊരു പുണ്യ അംഗീകാരമായി ഞങ്ങൾ കാണുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ മദർ എലീശ്വയുടെ നാമകരണ പരിപാടിയുമായി വാഴ്ത്തപ്പെട്ട പ്രഖ്യാപന പരിപാടിയുമായിട്ടുള്ള ഒരുക്കങ്ങൾ ഏറ്റവും സജീവമായ വിധത്തിൽ ഒരു കുറവും കൂടാതെ അതിരൂപതയുടെ നേതൃത്വത്തിൽ CTC സന്യാസിനി സഭയുടെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം വളരെ ഭംഗിയായി നടന്നു കഴിഞ്ഞു. നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ മദർ എലീശ്വ TOCD സന്യാസിനി സഭയുടെ സ്ഥാപികയാണ്. എന്ന് വെച്ചാൽ ഒരേ സമയം CTC സന്യാസിനി സഭയുടെയും CMC സന്യാസിനി സഭയുടെയും സ്ഥാപിക എന്ന നിലയിലാണ് മദർ എലീശ്വ ലോകത്തിന് മുൻപിൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ളതും അംഗീകരിക്കുന്നതും. കാരണം ആദ്യത്തെ സന്യാസിനി എന്ന നിലയിൽ കൂനമ്മാവിൽ ഈ മദർ എലീശ്വയുടെ നേതൃത്വത്തിൽ സഭ തുടങ്ങുമ്പോൾ 2 റീത്തിലും പെട്ട സഹോദരിമാർ ഈ മദർ എലീശ്വയുടെ പാത പിന്തുടർന്ന് ഈ സന്യാസിനി സഭയിലേക്ക് വന്നു ചേർന്നു. കാലം കടന്നുപോയപ്പോൾ റീത്തടിസ്ഥാനത്തിൽ വിഭജിക്കേണ്ടി വന്നപ്പോൾ CTC CMC എന്ന 2 സഭകളായി അത് വിഭജിക്കപ്പെട്ടു. ഇന്ന് CTC സഭയുടെ നേതൃത്വത്തിൽ ഈ ആഘോഷ പരിപാടികൾ വളരെ ഭംഗിയായി നടക്കുന്നു. CMC സന്യാസിനി സഭയും അതിൻ്റെ എല്ലാവിധത്തിലുള്ള സഹകരണങ്ങളും നൽകിക്കൊണ്ടിരിക്കുന്നു. ഭാരതസഭയുടെ ആഗോള കത്തോലിക്ക സഭയ്ക്കുള്ള ഒരു വലിയ സമ്മാനമാണ് ഈ മദർ എലീശ്വ.